ഈ കാറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ആഴത്തിൽ നമ്മൾ കാണുന്നില്ല പല വശങ്ങൾ. കാറ്റിൻ്റെ സ്വഭാവം, പ്രകൃതിയുടെ സ്വഭാവം തന്നെ മാറി വരികയാണ്. അപ്പോൾ കാറ്റിൻ്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഇതൊക്കെ വിദഗ്ധരാണ് പറയേണ്ടത്. ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി അത് മാറുന്നുണ്ടോ? ഡോക്ടർ അഭിലാഷ് കുസാറ്റ് ശാസ്ത്രജ്ഞൻ നമ്മോടൊപ്പം, അധ്യാപകനും നമ്മോടൊപ്പം ആയിട്ടുള്ള അഭിലാഷാണ് തത്സമയം ചേരുന്നത്. ഡോക്ടർ അഭിലാഷ്, കാരണം ഈ കാറ്റാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി ഒരുപാട് ഈ അടുത്തിടെ നോക്കിക്കഴിഞ്ഞാൽ, കെടുതികൾ നോക്കിക്കഴിഞ്ഞാൽ മരം കടപുഴകി വീഴുകയാണ് പലയിടങ്ങളിലും. ശക്തമായ കാറ്റ്, ആ കാറ്റ് കാർഷിക മേഖലയ്ക്ക് നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. മറ്റ് വൈദ്യുത മേഖലയ്ക്ക്, ഓരോ കൺസ്ട്രക്ഷൻ മേഖലയ്ക്കെല്ലാം നാശനഷ്ടം ഉണ്ടാക്കുന്ന തരത്തിലാണ് കാറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ജനങ്ങൾക്ക് ഇന്നിപ്പോൾ കാറ്റ് മൂലം മരങ്ങൾ കടപുഴകി വീഴുമ്പോഴൊക്കെ ജനങ്ങളൊക്കെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത്. അപ്പോൾ എത്രത്തോളം ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട് അഭിലാഷ്? തീർച്ചയായിട്ടും ഈ മൺസൂൺ അതിൻ്റെ സജീവ കാലഘട്ടത്തിലേക്ക് കടന്നതിൻ്റെ പാർട്ടായിട്ടാണ് കാറ്റ് ഒരു 50 കിലോമീറ്ററോളം വേഗത കൈവരിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് വ്യാപകമായിട്ടുള്ള മഴ ലഭിക്കുന്നത്. പക്ഷേ പണ്ട് കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിപ്പോൾ കാണുന്ന മഴമേഘങ്ങളുടെ ഘടനയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ മഴയോടൊപ്പം തന്നെ ഈ കാറ്റിൻ്റെ വേഗത, ഈ 50 കിലോമീറ്റർ കാറ്റിൻ്റെ വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഒരു സൈക്ലോൺ, ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നതിന് തൊട്ടടുത്ത് വരെ ഉള്ള വേഗതയാണ് ഈ 50 കിലോമീറ്റർ 60 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പം മഴയോടൊപ്പം ഈ കാറ്റൂടെ വേഗത കൈവരിക്കുന്നത് പ്രത്യേകിച്ചും കേരളം പോലുള്ള പ്രദേശത്ത് വളരെയധികം പ്രശ്നങ്ങൾ ഭാവിയിൽ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കാരണം അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന മേഖലയിലെ മേഘരൂപീകരണത്തിൽ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മേഘങ്ങൾ കൂടുതൽ കട്ടിയുള്ളതായിട്ട് കൂടുതൽ ഹൈറ്റിലേക്ക് വളരുമ്പം അതിൽ നിന്നും വളരെ ശക്തിയായിട്ടാണ് മഴയുണ്ടാകുന്നത്. മഴയോടൊപ്പം തന്നെ മേഘങ്ങളിൽ നിന്നും കാറ്റ് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ മൺസൂണിൻ്റെ പാർട്ടായിട്ടുള്ള മൺസൂൺ കാറ്റും വളരെ ശക്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പൊതുവേ കേരളം മുഴുവൻ പണ്ട് കാലത്ത് ഇത് ചാലക്കുടി ഏരിയ അല്ലെങ്കിൽ തൃശ്ശൂർ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരം മിന്നൽ ചുഴികളൊക്കെ അതുപോലെ വാട്ടർ സ്പോട്ടും ഒക്കെ ഉണ്ടാകുന്നത്. അത് ആ മേഖല മുഴുവൻ ഒരു വലിയ തോതിൽ കൃഷിനാശം ഉണ്ടാക്കിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് ഈ പ്രീ മൺസൂൺ ടൈമിലും അല്ലെങ്കിൽ പോസ്റ്റ് മൺസൂൺ കഴിയുന്ന അവസരങ്ങളിലുമൊക്കെ ഇടിമിന്നൽ മേഘങ്ങൾ, കൂമ്പാര മേഘങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് സാധാരണയായിട്ട് നമ്മുടെ പ്രദേശത്ത് അത് ലോക്കലൈസ്ഡ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം മൺസൂൺ സമയത്തുണ്ടാകുന്ന ഈ വ്യാപകമായിട്ടുള്ള ആ വിൻഡ്, കാറ്റ് കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടം അത് കേരളം മുഴുവൻ വ്യാപകമായിട്ടുണ്ടാകുകയാണ്. അതേസമയം ഒരു കൂമ്പാര മേഘങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന മേഘങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം മിന്നൽ ചുഴികൾ ഉണ്ടാകുമ്പോൾ അതൊരു ചെറിയ പ്രദേശത്ത് മാത്രം ചുരുങ്ങിയ സമയത്ത് കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ്. ആ സമയത്തായിരിക്കും ആ പ്രദേശത്ത് ഒരു 10 സ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ 15 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലൊക്കെ ആയിരിക്കും അതിൻ്റെ എഫക്റ്റ് കൂടുതലുണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ മൺസൂൺ സമയത്ത് ഈ കാറ്റ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് വ്യാപകമായിട്ട് കേരളം മുഴുവൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അത് ഒരു ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് മഴ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാളും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാറ്റ് കൊണ്ടാണ്. അപ്പോൾ മൺസൂണിനെ സംബന്ധിച്ച് മൺസൂൺ അതിൻ്റെ സജീവ കാലഘട്ടത്തിലേക്ക് ഒരു സീസൺ എടുത്തു കഴിഞ്ഞാൽ 3-4 തവണ മൺസൂൺ സജീവ കാലഘട്ടത്തിലേക്ക് കടക്കാറുണ്ട്. അപ്പോൾ ഈ സജീവ കാലഘട്ടത്തിലേക്ക് മൺസൂൺ കടക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ പശ്ചിമ കാറ്റ്, അതായത് പടിഞ്ഞാറൻ കാറ്റിന് വേഗത എന്ന് പറയുന്നത് 50 കിലോമീറ്റർ അടുത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ഇനിയും മൺസൂൺ സജീവ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തരം വ്യാപകമായിട്ട് കേരളം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലകളിൽ എല്ലാ പ്രദേശത്തും ഒരുപോലെ വലിയ മരങ്ങളായാലും അതോടൊപ്പം തന്നെ വൻതോതിൽ കൃഷിനാശം ഉണ്ടാക്കുന്നു, വലിയ ഹോർഡിങ്, ഫ്ലെക്സ് ബോർഡുകൾ താഴെ വീഴുന്നു. അതുപോലെ തന്നെ വ്യാപകമായിട്ടാണ് ഇലക്ട്രിക് പോസ്റ്റുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾക്കും മറ്റും നാശനഷ്ടം ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിൽ മഴയോടൊപ്പം നമ്മൾ ഒരു കഴിഞ്ഞ 4-5 വർഷമായിട്ട് മഴയുടെ പേടിയായിരുന്നു നമുക്ക്. അത് പിന്നെ ഓഖി വന്നപ്പോൾ സൈക്ലോണായി. ഈ വർഷം തന്നെ തുടക്കത്തിൽ മെയ് മാസത്തിൽ ഉഷ്ണതരംഗങ്ങളായിരുന്നു നമുക്ക് പ്രശ്നം. അതും കാർഷിക മേഖലയിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ കാറ്റ് കൊണ്ടുണ്ടാകുന്ന വ്യാപകമായ നാശനഷ്ടം കൂടി ചേരുമ്പം പ്രത്യേകിച്ചും കാർഷിക മേഖലയും അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തെ പോലും ഇപ്പോൾ അടുത്ത സമയത്താണ് 2 മാസത്തിന് മുമ്പ് മുംബൈയിലൊരു അവിടെയാണ് അഭിലാഷ്, നമുക്കറിയാം നമ്മുടെ ഈ സ്കൂളുകളുടെയൊക്കെ തന്നെ അവസ്ഥ.
പല സ്കൂളുകളും മന്ത്രിമാരൊക്കെ പറയുന്നു ഹോട്ടൽ 5 സ്റ്റാർ ഹോട്ടലേത് വിദ്യാലയം ഹോട്ടലാണെന്ന് തെറ്റിദ്ധരിച്ച പല സ്കൂളുകളിലും കയറിയെന്ന്. അതൊക്കെ വെറും വായ്ത്താരികൾ മാത്രമാണ്. മിക്ക സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ, പിന്നീട് ആശുപത്രികളുടെ അവസ്ഥ, അതൊക്കെ വളരെ പരിതാപകരമാണ്. പിന്നീട് ഇലക്ട്രിക് ലൈൻ എന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നം നോക്കൂ. നമ്മൾ ഇന്ന് തന്നെ ഒരു കുഞ്ഞാണ്, ആ കുട്ടികൾ രക്ഷപ്പെട്ട് തലനാരിഴയ്ക്കാണ്. അങ്ങനെ പെട്ടെന്ന് പതിക്കുന്ന ആ മതിൽ ഇടിഞ്ഞ് വീഴുകയാണ് കണ്ണൂരിൽ. അപ്പോൾ നമ്മൾ കരുതിയിരിക്കണം. നമ്മൾ ഒന്നുമല്ല, നമ്മൾ ഒരു കുറ്റവും ചെയ്യാതെ നമ്മൾ രാവിലെ അല്ലെ പുറത്തേക്ക് ഇറങ്ങുന്നു, സ്കൂളിലേക്ക് ഇറങ്ങുന്നു, ജോലിക്കുള്ളവർ ജോലിക്ക് എത്തുന്നു, വൈകുന്നേരത്തെ പ്രതീക്ഷയുമായി വീട്ടിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഈ വഴിവയ്ക്കിൽ നിൽക്കുന്ന ഒരുപാട് മരങ്ങളുണ്ട്. അതെപ്പോൾ വീഴുമെന്ന് നമുക്ക് ഗണിക്കാനേ അറിയില്ല. കാരണം എല്ലാ മരങ്ങളും കാലപ്പഴക്കമുള്ളതാണ്. എത്രയോ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളോളമായിട്ടുള്ള മരങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അപകടകരമായ നിലയിലാണോ നിൽക്കുന്നത് എന്ന് നേരത്തെ തന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. മഴക്കാല പൂർവ്വ ശുചീകരണം പോലെ തന്നെ എല്ലാം പോയി പരിശോധിക്കണം. അങ്ങനെ കെടുതി നിറഞ്ഞതാണെങ്കിൽ അത് വെട്ടിമാറ്റണം. ഇലക്ട്രിക് പോസ്റ്റുകളുടെ അവസ്ഥ, അപ്പോൾ ഒരു നയപരമായ രീതിയിൽ കൂടി സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ ജില്ലാ കളക്ടറൊക്കെ ഇത് സമീപിക്കേണ്ടതല്ലേ? അങ്ങനെയൊക്കെയുള്ള വിവരശേഖരണം നമുക്കുണ്ടോ? നിലവിൽ നടക്കുന്നുണ്ടോ കാര്യമായി? ഇല്ല, അങ്ങനെ ഒരു രീതിയിൽ, അതായത് ഇത്തരത്തിൽ കെട്ടിട നിർമ്മാണത്തിലായാലും അതുപോലെ തന്നെ മറ്റ് നിർമ്മാണ പ്രവർത്തികൾ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു വലിയ മേഖലയിലുള്ള നയരൂപീകരണത്തിൻ്റെ പാർട്ടായിട്ട് ഇത് വരേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഒരു 11 kV ലൈനൊക്കെ പോകുന്നതിന് ചുറ്റും ഇത്ര മീറ്ററിന് ചുറ്റും വലിയ വൃക്ഷങ്ങൾ പാടില്ല, അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സാധാരണ നമ്മുടെ പ്രദേശത്തോടു കൂടി ഒരു ചെറിയ റോഡിൽ കൂടി പോകുന്ന ലൈനിന് വേണ്ടി ഇപ്പം നമുക്കറിയാമല്ലോ, എല്ലാ ലൈനിൻ്റെയും അതിന് മുകളിലാണ് മരങ്ങളും മറ്റും വളർന്നു നിൽക്കുന്നത്. അപ്പോൾ അവിടെയും നയരൂപീകരണത്തിൻ്റെ ഒരു പോരായ്മയുണ്ട്. അതായത് അത്തരം ലൈൻ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ ഒരു കുറഞ്ഞ പക്ഷം ഒരു 5 മീറ്ററെങ്കിലും അല്ലെങ്കിൽ ഒരു 2-3 മീറ്ററെങ്കിലും ഇതിന് വിട്ട് വലിയ മരങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ആ ഒരു നയരൂപീകരണത്തിലേക്ക് KSEBയും അതുപോലെ തന്നെ റോഡും ഒക്കെ ആയിട്ട്, റോഡ് സുരക്ഷയുടെയും അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡിൽ കൂടെ ആണല്ലോ ലൈൻ പോകുന്നത്. അപ്പോൾ റോഡ് സുരക്ഷയുടെയും അപ്പം KSEBയുടെ ഈ ലൈനിൻ്റെയൊക്കെ സുരക്ഷയുടെയും ആൾക്കാരുടെ ജീവൻ്റെ സുരക്ഷയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു വലിയ നയരൂപീകരണം നമ്മൾ നടത്തേണ്ടത് അത്യാവശ്യമായിട്ട് കാണണം. കാരണം ഓരോ കാറ്റ് കഴിയുമ്പോഴും KSEBക്ക് കോടിക്കണക്കിന് രൂപയാണ് നഷ്ടം. അല്ലെങ്കിൽ ഇത്തരം ലൈനൊക്കെ അണ്ടർഗ്രൗണ്ട് ലൈനാക്കി മാറ്റേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം അത് KSEB പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പം കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു പക്ഷേ കണക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ KSEBക്ക് ഈ ലൈനിൽ മരം വീണുണ്ടാകുന്ന നാശനഷ്ടം തന്നെ കോടിക്കണക്കിന് രൂപയുടെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ കർഷകർക്കുണ്ടാകുന്ന നഷ്ടം, കർഷകർക്കുണ്ടാകുന്ന നഷ്ടം ഞാൻ മുമ്പേ സൂചിപ്പിച്ചു. ഈ സാധാരണ സമയത്ത് മിന്നൽ ചുഴി ഉണ്ടാകുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ വലിയ വാഴയും അതുപോലെ തന്നെ പ്ലാന്റേഷൻ കൃഷിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കടപുഴകി വീഴുന്നതും അല്ലെങ്കിലൊക്കെ നഷ്ടപ്പെടുന്നത്. പക്ഷേ ഇതിപ്പം എല്ലാ മൺസൂൺ സമയത്ത് പോലും ഇങ്ങനത്തെ ഒരു വിഷയം കർഷകർ അഭിമുഖീകരിക്കുകയാണ്. വലിയ കാറ്റുവീഴ്ച കാരണം വാഴക്കൃഷി ആയാലും അതുപോലെ തന്നെ പ്ലാന്റേഷൻ ക്രോപ്സ് ആയാലും അല്ലെങ്കിൽ നെൽകൃഷിയാണെങ്കിലും എല്ലാ തരത്തിലും കാർഷിക മേഖലയിൽ നെൽകൃഷിയുടെയൊക്കെ കാര്യം പറയുമ്പോൾ വെള്ളം ഇല്ലാത്ത പ്രശ്നമായിരുന്നു മെയ് വരെ. അത് മാറിയിട്ട് ഇപ്പം വെള്ളം കൂടിയതിൻ്റെ പ്രശ്നമായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെയാണ് കാറ്റിൻ്റെ പ്രശ്നം കൂടി കടന്നു വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കാർഷിക മേഖലയിൽ ഇപ്പം പല പ്രദേശത്തും വാഴക്കൃഷിയൊക്കെ അതായത് കുല വെട്ടാറാകുന്ന വാഴയാണ് ഈ പറഞ്ഞ പോലെ കാറ്റത്ത് ഒടിഞ്ഞു വീഴുന്നത്. ആ കർഷകർക്ക് ഒരു സമയത്തുണ്ടാകുന്ന മുഴുവൻ അവരുടെ അവരുടെ ആ ഒരു അധ്വാനം മുഴുവൻ വേസ്റ്റായി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ സമസ്ത മേഖലയിലും, ഞാൻ പറഞ്ഞു വരുന്നത് കാർഷിക മേഖലയിൽ മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ മെട്രോയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റ് മെട്രോ സർവീസ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. അപ്പോൾ അവിടെയാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ വ്യക്തമായിട്ടുള്ള കർശനമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുമായിട്ട് കടന്നു വരേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. കാരണം ഇത്തരം വലിയ ഹോർഡിങ്ങുകളും മറ്റും മറിഞ്ഞു വീണുകൊണ്ട് പല ജീവനും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഗതി കൂടിയാണ്. അത് മെട്രോ സർവീസിനെ മാത്രമല്ല ബാധിക്കുന്നത്. കൊച്ചിയിലെ ഈ പാതയുടെ നീളമൊക്കെ അറിയാം. അവിടെയൊക്കെ ഇനിയുമുണ്ട് ഇത്തരത്തിലുള്ള ഹോർഡിങ്സും ഒക്കെ, ബോർഡുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നാളെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? കാരണം ഇന്നത്തെ ഒരു സൂചകമാണ്, അല്ലെങ്കിൽ ഒരു മെസ്സേജാണ്, ശക്തമായ ഒരു മെസ്സേജാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഈ കാറ്റിൻ്റെ ഗതി ഇങ്ങനെയാണ്, നമ്മൾ ഒന്നും പ്രവചിക്കാത്ത രീതിയിലേക്കൊക്കെ തന്നെ ഇതിൻ്റെ സ്വഭാവം മാറുന്ന ഒരവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കേണ്ടത്?
അതെ, ഇത് ഒരു സീസണിൽ ഒരു 3-4 ദിവസമാണ് ഒരു ആക്റ്റീവ് സിറ്റുവേഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് കാറ്റിൻ്റെ വേഗത കുറയും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ. ഒരു സൈക്ലിക്കായിട്ടാണ് ഇത് വരുന്നത്. ഒരു സീസൺ ഒരു 4 മാസത്തിനിടയിൽ ഒരു 3-4 സ്പെല്ലായിരിക്കും, മാക്സിമം 3 അല്ലെങ്കിൽ 4 സ്പെല്ലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 ദിവസമായിരിക്കും ഇത്രയും ശക്തമായിട്ടുള്ള കാറ്റിൻ്റെ പ്രശ്നം ഒരു 4 മാസത്തിനുള്ളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ദിവസമാണെങ്കിൽ പോലും, ഈ ഒരു ദിവസത്തെ പ്രശ്നമാണെങ്കിൽ പോലും അത് നമ്മൾ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി അതിനെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ പല പ്രദേശങ്ങളിലും ഈ ഹോർഡിങ്ങുകളൊക്കെ നമുക്കറിയാം, അത് സ്ഥാപിച്ചിട്ട് തന്നെ കുറേ കാലങ്ങളായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളുടെ എന്താ പറയുന്നത് സ്ട്രക്ചറും മറ്റും സ്ഥാപിച്ചിട്ടുള്ളത് അതിന് തന്നെ കാലപ്പഴക്കം കാണും. അപ്പോൾ ഇത്തരം വലിയ ഹോർഡിങ്ങുകളാണ് നമ്മുടെ ചുറ്റും ഈ റോഡുകളുടെ സൈഡിലും അതോടൊപ്പം തന്നെ മെട്രോയുടെ ചുറ്റും ഒക്കെ ആയിട്ട്, അതോടൊപ്പം തന്നെയാണ് നമ്മുടെ വീടുകളിൽ മൊത്തവും ഇപ്പം ഈ പറഞ്ഞ പോലെ ട്രസ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. ഇതൊക്കെ ഒരു എന്താ പറയുന്നത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വൈവിധ്യമൊന്നും കൂട്ടി ഉണ്ടാക്കുന്നതല്ല. കാരണം ഈ വലിയ കാറ്റടിക്കുന്ന സമയത്ത് ഇത്തരം സ്ട്രക്ചറുകൾക്ക് പൊളിഞ്ഞു പോയി പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇത്തരത്തിൽ നിർമ്മാണ മേഖലയിലായാലും അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ പറഞ്ഞ പോലെ റോഡിൻ്റെ വശങ്ങളിലുള്ള മരങ്ങൾ വെട്ടിമാറ്റുന്നതിനായാലും, ഈ മരങ്ങളുടെ കാലപ്പഴക്കം എന്ന് പറയുമ്പം പിന്നീട് അതിൻ്റെ വേറെ പ്രശ്നമാണ്. ഇത്ര പഴക്കമുള്ള ഒരു മരത്തെ വൃക്ഷസ്നേഹികൾ എങ്ങനെ അതിനെ പരിഗണിക്കും? അതിലൊന്നും കാര്യമില്ല. ശ്രീ അഭിലാഷ്, ഞാനത് പറയാൻ വരികയാണ്. കാരണം ഈ മൃഗസ്നേഹികൾ, വൃക്ഷസ്നേഹികളൊക്കെ തന്നെ ഒരു ചില്ല വെട്ടിയാൽ പോലും അങ്ങനെ വിലപിക്കും. പക്ഷേ ദുരന്തം വന്നു കഴിഞ്ഞാൽ ഇവരെ ഒന്നും കാണാനേ ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരർത്ഥത്തിൽ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ നമ്മളൊരു മരണക്കെണിയിലൂടെ ഒരർത്ഥത്തിൽ അരക്കില്ലം എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരിടത്തേക്ക് കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത്. ഇന്ന് ആ കുഞ്ഞിൻ്റെയൊക്കെ പിന്നീടുള്ള പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആശ്വാസമാണ്. കാരണം മരണത്തിനും ആ ജീവിതത്തിനും ഇടയിലുള്ള ആ ഒരു ദൂരമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അപകടം വന്നതിന് ശേഷമാണ് നമ്മൾ സൊല്യൂഷൻസിലേക്ക് പോകുന്നത്. നോക്കൂ, ഇപ്പോൾ ആമയിഴഞ്ചാം തോട് ഇപ്പോൾ വൃത്തിയാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിന് കാരണം എന്താണ്? ജോയി എന്ന മനുഷ്യൻ ഇല്ലാതായിരിക്കുന്നു, ഒരു കുടുംബം അനാഥമായിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ പുതിയ സൊല്യൂഷൻസ്, കാരണം ഇതൊക്കെ നേരത്തെ ഈ സമിതിയൊക്കെ രൂപീകരിക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല ഇനി വേണ്ടത്. നമ്മൾക്ക് അപകട തരത്തിലുള്ള കാര്യങ്ങൾക്ക് ശക്തമായ ഒരു നയപരമായ കാര്യം സർക്കാർ രൂപീകരിക്കണം. മറ്റൊന്ന്, ഈ സംവിധാനങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ അവസാനമായി ചോദിക്കുകയാണ്, എന്താണ് നമ്മൾ എടുക്കേണ്ട ഒരു കരുതൽ ഇക്കാലത്ത്? അതുകൂടി തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ എടുക്കേണ്ട കുറേ മുൻകരുതലുകളും അതുപോലൊപ്പം തന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ എടുക്കേണ്ട കുറേ ഉത്തരവാദിത്തങ്ങളും അത് നമ്മളിൽ നിക്ഷിപ്തമാണ്. കാരണം ഇപ്പം പല മേഖലയിലും കണ്ടു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ വീട്ടിലായാൽ പോലും വലിയ മരങ്ങൾ അപകടകരമായിട്ടുള്ള തരത്തിലുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. ഇപ്പോൾ വലിയൊരു ലൈനിൻ്റെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രശ്നമാകുന്ന തരത്തിൽ ഒരു മരം വളർന്നു കഴിഞ്ഞാൽ അത് വെട്ടിമാറ്റേണ്ട ഉത്തരവാദിത്വം നമ്മൾ വീട്ടുകാർ തന്നെ സ്വയം ഏറ്റെടുക്കണം. അതോടൊപ്പം തന്നെ ഇപ്പം ഈ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, വലിയ ഒഴുക്കുള്ള നദികളിൽ വെള്ളം കൂടുന്ന അവസരത്തിൽ ഇത് കാണാനായിട്ട് ആളുകൾ ഒത്തുകൂടുക. ഇപ്പം ചിറ്റൂര് തന്നെ ആയാലും ഈ ഒരു പ്രശ്നത്തിലകപ്പെട്ട 3 പേര് 4 പേര് അവിടെ അകപ്പെട്ട സമയത്ത് ഇത് കാണാനായിട്ട് തന്നെ ഒത്തിരി ആൾക്കാർ കൂടുന്നുണ്ട്. മീൻ പിടിക്കാൻ വെള്ളം പൊങ്ങുന്ന സമയത്ത് മീൻ പിടിക്കാൻ പലപ്പോഴായി നമ്മൾ വിലക്കിയിട്ടും ആ മലമുകളിലേക്ക് പോകരുത് നാട്ടുകാർ ഇടപെട്ടിട്ട് പോലും പോയ ആഡംബര വാഹനങ്ങൾ 10-25 എണ്ണമാണ് അവിടെ കുടുങ്ങിക്കിടന്നത്. ഇതുമൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, മറ്റെന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ നമുക്ക് ദുരന്ത നിവാരണ സേനയായാലും അല്ലെങ്കിൽ റവന്യൂ വകുപ്പായാലും മറ്റ് സേനാവാളുടെ എണ്ണം കുറവാണ്, വളരെ പരിമിതമാണ്, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ വയ്യാവേലി വരുത്തി വെക്കുകയാണ് പലരും. അപ്പോൾ അവർക്കൊക്കെ ഒരു താക്കീത് കൂടി വേണം, എടുക്കണം നമ്മൾ. അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മൾ കൂടി വിചാരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ട് എടുക്കേണ്ട ചില കർത്തവ്യങ്ങളും അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ കഴിയുകയില്ല. ഈ ഏജൻസികളെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയും ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുകയില്ല. അതോടൊപ്പം തന്നെ ഇത്തരം ഏജൻസികൾ എന്ന് പറയുന്നതിൽ ഇതിലും വർക്ക് ചെയ്യുന്നത് മനുഷ്യരാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇത്തരം ഏജൻസികൾക്ക് പലതരത്തിലുള്ള പരിമിതികളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി ഒരു അപകട സ്ഥലത്തേക്ക് നമ്മൾ ഒരു അപകടം വിളിച്ചു വരുത്തുന്ന തരത്തിലേക്ക് നമ്മൾ പോകുന്ന ആ ഒരു പ്രവണത, അത് വ്യക്തിപരമായിട്ട് എല്ലാ മേഖലകളിലും എല്ലാ ദുരന്ത മുഖത്തു നിന്നും നമ്മൾ മാക്സിമം ഒഴിവായി നിൽക്കുക എന്നുള്ളതാണ്. ഇത് ഒരു ദുരന്തം വരുന്ന സമയത്ത്, ഒരു വെള്ളപ്പൊക്കമായാലും ഉരുൾപൊട്ടലായാലും ഇതുപോലുള്ള വൈദ്യുതി ലൈനിലേക്ക് വൃക്ഷം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണാനായിട്ട് ആൾക്കാർ ഓടിക്കൂടും. അപ്പോൾ അത് വീണിട്ട് ഒരു പക്ഷേ ഷോക്ക് അടിക്കാവുന്ന അവസ്ഥ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വ്യക്തിപരമായിട്ട് നമ്മൾ എടുക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള
മരങ്ങൾ വീട്ടിലേക്ക് മറിഞ്ഞു വീഴാതെ അത് കറക്റ്റായിട്ട് അതിനെ വെട്ടിമാറ്റുന്ന ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. ഇപ്പോൾ പലതരത്തിലും നമ്മൾ കാണുന്നത് വീടിൻ്റെ മുകളിലേക്ക് വലിയ വൃക്ഷങ്ങൾ മറിഞ്ഞു വീഴുന്നത്. അതുപോലെ സ്കൂളുകളിലൊക്കെ കാലപ്പഴക്കമുള്ള പല വൃക്ഷങ്ങളുമുണ്ട്, വൃക്ഷ മുത്തശ്ശന്മാരുമുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ മുത്തശ്ശന്മാരെയൊക്കെ നമ്മൾ സംരക്ഷിക്കണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് മാറ്റിയിട്ട് പുതിയ വൃക്ഷങ്ങൾ വെച്ച് നടുകയും മറ്റും ചെയ്യണം. കാരണം ഇതൊക്കെ നമ്മുടെ ഒരു സെന്റിമെന്റ്സിന്റെ പുറത്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു മാറുന്ന, കാരണം പണ്ടത്തെ കാലാവസ്ഥയല്ല, കാലാവസ്ഥ വലിയ തോതിൽ മാറിയിരിക്കുകയാണ്. അപ്പം പലതരത്തിൽ നമ്മൾ പല മേഖലകളിൽ ഇത്തരത്തിൽ മുൻകൂറായിട്ടുള്ള ആ ഒരു മുന്നൊരുക്കങ്ങളും അതോടൊപ്പം തന്നെ മുൻകൂറായിട്ടുള്ള സേഫ്റ്റിയും ഒക്കെ നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വ്യക്തിപരമായിട്ടും ഒരു സമൂഹമായിട്ടും ചെയ്യേണ്ട കുറേ കർത്തവ്യങ്ങളുണ്ട്. അത് നമ്മൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. ശരി, തീർച്ചയായും വളരെ അധികം നന്ദി ശ്രീ അഭിലാഷ്. തിരക്കുകൾക്കിടയിലും വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ മാതൃഭൂമി ന്യൂസിലെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന്. ഡോക്ടർ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ പ്രകൃതിയുടെ സ്വഭാവം മാറുന്നു, കാറ്റിൻ്റെ സ്വഭാവം ഒക്കെ മാറുമ്പോൾ നല്ല കരുതൽ നമ്മൾ എടുത്തേ മതിയാകൂ. ഓരോരുത്തരും രക്ഷപ്പെടുന്നത് പലയിടങ്ങളിൽ നിന്നും തലനാരിഴയ്ക്കാണ്.